ഹായ് ഹലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മീൻ പൊള്ളിച്ചത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മസാല ചെയ്ത് വെച്ച 2 മീനിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഐഡിയ തോന്നിയത് ഇത് ചെയ്യാനുള്ള കാരണം. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ആശമാര പതുക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ശേതാപ്പെട്ട അങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നങ്ങോട്ട് പൊള്ളിച്ചെറിയുന്നുണ്ടായി ആ ഒരു എണ്ണൻ്റെ ഒരു എഫക്റ്റ് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഏകദേശം 2 ഭാഗവും ഈ ഒരു സൈസിലാകുന്ന നേരം ഈ ഒരു കളറിൽ ഒരു ഫ്രൈ മൂഡിൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറെ ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ചെറിയ ഉള്ളി, നമ്മളെ സ്വന്തം തക്കാളി, അത് നമ്മുടെ കൂടപ്പിറപ്പുകളായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാൻ പച്ചമുളക്, ഇതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ കുറച്ച് കടുകിട്ടുകയാണ് ഞാൻ നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് അതിലേക്ക് തട്ടി ഒന്ന് മിക്സാക്കി ഇങ്ങോട്ട് എടുത്ത് നമ്മളെടുത്ത് ആവശ്യമുണ്ടായ ചെറിയ ഉള്ളിയോടും കൂടി തട്ടിയപ്പോഴത്തേക്ക് കളന്നിറങ്ങി. അപ്പോൾ അതുകൂടി കൂട്ടിയിട്ടൊന്നായിട്ട് മിക്സ് ആക്കിയപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തട്ടി. അപ്പോൾ ഓൾറെഡി മിക്സ് ആക്കണമല്ലോ, മിക്സാക്കി പിന്നെ കുറച്ച് തക്കാളി എടുത്തില്ലേ, തക്കാളിയും കൂടി തട്ടി കൊടുക്കുക. തക്കാളിയും കൂടി തട്ടി കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്ക് കുറച്ച് മസാലപ്പൊടികളുടെയൊക്കെ ആവശ്യങ്ങളുണ്ട് നമുക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മെയിൻ സാധനം മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, അതുപോലെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഫിഷ് മസാലയും കൂടി ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാத்தைയും കൊണ്ട് ഞാൻ ഇട്ടില്ല, അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉപ്പ് നമ്മളൊരു അറിയാലോ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ എന്താക്കുക ഇട്ട് കൊടുക്കുക. അതുകൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇങ്ങോട്ട് പുരട്ടി ഇങ്ങോട്ട് എടുക്കുക. ആ ഒരു പെർഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ട് ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് ഒന്ന് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ചൂടാക്കി ഓക്കെ. പ്രത്യേകം ചൂടാക്കണം കേട്ടോ ആ ഒരു സാധനം. വാഴയില നല്ലോണം ഒന്ന് ചൂടാക്കണേ. എന്നിട്ട് ആ വാഴയിലേക്ക് നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ച നമ്മൾ ആ ഒരു മസാലക്കൂട്ട് എന്ത് ചെയ്യുക, ആ വാഴയിലേക്ക് ഒന്ന് കുറച്ചായിട്ട് തട്ടി കൊടുക്കുക. കാരണം ഒരു ഫിഷ് വെച്ചിങ്ങാണ്ട് അതിന് ലെയറിട്ട് അടിച്ചിങ്ങാണ്ട് 2 ഭാഗം ഒട്ടിക്കാൻ വേണ്ടി, അതായത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. അപ്പോൾ പതുക്കെ അതിലേക്ക് മീനും കൂടി ഇറക്കി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കും കറക്റ്റ് കുറച്ച് മസാല എത്തുന്ന രൂപത്തിലായിരിക്കണം കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് മസാല കുറഞ്ഞു പോയിട്ടുണ്ട്, അതാണ് ഞാൻ പറയാൻ കാരണം പ്രത്യേകം. എന്നതിന് ശേഷം അത് മൂടി കെട്ടിയതിന് ശേഷം 2 ഭാഗം ഓരോ മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, സാധനമായിട്ട് പൊളിച്ച് നോക്കുക. പൊളിച്ചും കൊണ്ട് നോക്കിയിട്ട് എന്താ ഇപ്പോൾ ചെയ്യുക. എൻ്റെ അടുത്ത് നല്ല കപ്പ ഉണ്ടായി, നല്ല കപ്പ, വെന്ത് അലിഞ്ഞ കപ്പ. ആ കപ്പയും കൂട്ടിയും കണ്ട് അടിപൊളിയായിട്ടൊന്ന് പൊളിച്ചിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.